ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് റാഗി വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒരൊറ്റ മാവിൽ 3 ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉഴുന്നും നമ്മുടെ റാഗിയും വെച്ചിട്ട് ഇതേപോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും അതുപോലെ തന്നെ നല്ല നമ്മുടെ ഉഴുന്ന് ദോശയെല്ലാം ഉണ്ടാക്കുന്നില്ലേ, ഉഴുന്നും അരിയൊക്കെ വെച്ചിട്ട് അതുപോലത്തെ നല്ലൊരു എന്താ പറയുക, നമ്മുടെ ഇതിന് ദോശ എന്ന് തന്നെ പറയാം, തട്ടക്കുട്ട് ദോശ. ചില സ്ഥലങ്ങളിൽ ഈ ഒരു രീതിയിലാണെങ്കിൽ അപ്പം എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതും പിന്നെ ഞാൻ പനിയാരവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്, നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് ഒറ്റൊരു മാവ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അതിനായിട്ട് ഒരു ഗ്ലാസ് റാഗി എടുത്തിട്ടുണ്ട് കേട്ടോ. പൗഡറെല്ലാം എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ റാഗീൻ്റെ സീഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് കുതിർത്തിട്ട് വെക്കാം. അത് ഞാൻ കഴുകിയിട്ടാണ് കുതിർത്ത് വെക്കുന്നത്. ഞാനിതൊരു 5 മണിക്കൂർ 5 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയൊക്കെ അരക്കുന്നതാണെങ്കിൽ ഒരു ഉച്ച ആ ടൈമിലൊന്ന് കുതിർത്ത് വെക്കണം. പിന്നെ വേറൊരു പാത്രത്തിൽ ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം നമ്മൾ രാഗി എടുത്ത ആ അളവിൽ തന്നെ അതിൽ 1/2 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. റാഗി ഉഴുന്നും സെപ്പറേറ്റ് പാത്രത്തിൽ തന്നെ കുതിർത്ത് വെക്കണം. ഞാൻ ഇതുവരെ അങ്ങനെയാണ് ചെയ്തത്. ഇതുവരെ ഒരുമിച്ചിട്ട് കുതിർത്തിട്ട് അരച്ചിട്ടില്ല. അരി ഉഴുന്നൊക്കെ ആണെങ്കിൽ ഒരുമിച്ചിട്ട് കുതിർത്തിട്ട് അരക്കാറുണ്ട്. ഇനി ഉഴുന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അരക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഉഴുന്ന് മാത്രം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അരക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ടൈം നോക്കിയിട്ട് 1 മണിക്കൂറൊന്നും വെക്കണ്ട കേട്ടോ. ഞാനൊരു ഏകദേശം ടൈം പറഞ്ഞതാണ് 1 മണിക്കൂർ. ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നമ്മുടെ റാഗിയും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് അരച്ചെടുക്കണം. മിക്സിൻ്റെ ജാറടിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഞാൻ റാഗിയാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ റാഗിയും ഉഴുന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ ഉലുവ ചേർത്ത് കൊടുക്കണം. സാധാ കുതിർക്കുമ്പോഴാണ് ഉലുവ ചേർക്കാറ്. അപ്പോൾ എൻ്റെ കയ്യിൽ മുളപ്പിച്ചെടുത്ത ഉലുവ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളപ്പിച്ച ഉലുവ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുളപ്പിച്ച ഉലുവ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ അത് ചേർത്ത്. അതില്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂണോളം ഉലുവ ചേർത്താൽ മതി കേട്ടോ. ഈ ടൈമിൽ നമ്മൾ റാഗിയൊക്കെ കുതിർത്ത ആ ടൈമിൽ 3/4 ടീസ്പൂണ് ഉലുവ അതിൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ റാഗീൻ്റെ ആ ഒരു തൊലിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുക. ഞാനിവിടെ സ്റ്റീലിൻ്റെ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ സാധാരണയായിട്ട് സ്റ്റീലിൻ്റെ കുക്കറിലോ അതേപോലെ സ്റ്റീലിൻ്റെ കാസ്ട്രോളിലോ ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ മാവ് അരച്ച് വെക്കാറുള്ളത്. ഇനി ഉഴുന്നും നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്ന് കുതിർത്തിട്ടുള്ള വെള്ളമില്ലേ, അത് എടുക്കുക കേട്ടോ അരക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അങ്ങനെ എടുക്കാറില്ല. എനിക്കത് അത്ര ഒരു ഇഷ്ടമല്ല കേട്ടോ. ആ ഒരു കളറെല്ലാം ചേഞ്ചായ വെള്ളം എടുക്കാൻ എനിക്കത്ര ഇഷ്ടമല്ല. ഉഴുന്ന് കുതിർത്ത വെള്ളത്തിൽ അരച്ചാൽ നന്നായിട്ട് പതഞ്ഞ് വരുമെന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ഞാനിത് നമ്മുടെ സാധാ നോർമൽ വാട്ടറിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഇത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം നിങ്ങളെ മിക്സിൻ്റെ ജാറ് ചൂടാകുന്ന മിക്സീൻ്റെ ജാറുണ്ടാവുമല്ലോ അരച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഐസ് ക്യൂബോ അല്ലെങ്കിൽ ഐസിൻ്റെ വെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ വേണം അരക്കാൻ വേണ്ടിയിട്ട്. റാഗി അരച്ച് വെച്ചിട്ടുള്ള സെയിം കുക്കറിൽ തന്നെ ഉഴുന്ന് അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മുടെ തടീൻ്റെ തവിയില്ലേ, മരത്തിൻ്റെ തവി, ഈ കയ്യിൽ പോലത്തത് അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞ് പോകാൻ സഹായിക്കും കേട്ടോ. പിന്നെ ഞാൻ മിക്സിൻ്റെ ജാറൊന്ന് കഴുകിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി കഴുകിയിട്ട് വൃത്തിയായിട്ടുള്ള കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൈ കൊണ്ട് തന്നെ ലാസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഈ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ കുക്കർ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഓവർനൈറ്റ് ഇങ്ങനെ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്.
രാത്രി മാവ് റെഡിയാക്കിയിട്ട് ഇതാ രാവിലെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. വീഡിയോയിൽ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതപ്പോൾ ഇങ്ങനെ നമ്മുടെ പത പോലെ വന്നിട്ടുണ്ടേനു കേട്ടോ. ഇങ്ങനെ ഹോൾസായിട്ട് ഉണ്ടേനോ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഒരു പാന് വെച്ചിട്ടുണ്ട്. പാന് ചൂടായി കഴിഞ്ഞാൽ നമുക്കത് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഞാനതിൽ ഓയിലൊന്നും തടവി കൊടുത്തിട്ടില്ല, നേരിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ കാണിച്ചു തരുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. നമ്മുടെ ഗീ റോസ്റ്റെല്ലാം ആക്കുന്ന ആ ഒരു രീതിയിലുള്ള ദോശയാണ്. നന്നായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. അധികം ലോയിൽ വെക്കാൻ പാടില്ല, അപ്പം നമ്മുടെ ദോശ റെഡിയായി കിട്ടില്ല കേട്ടോ. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ, ഇപ്പം അധികം ഹൈ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ദോശേൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ചായി വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ വേണമെങ്കിൽ ഗീയോ ഓയിലോ ഒക്കെ തടവി കൊടുക്കാം. ഞാനിതിൽ ഓയിലൊട്ടും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഇനി സെയിം മാവ് കൊണ്ട് തന്നെ നമുക്ക് നല്ല കട്ടിയുള്ള ആ ഒരു തട്ടിൽ കൂട്ട് ദോശയില്ലേ, അത് ഉണ്ടാക്കിയിട്ട് നോക്കാം. കുറച്ച് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സെയിം മാവിൻ്റെ അളവിൽ തന്നെയാണ് കേട്ടോ. ഒരു തവി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. അധികം തിന്നായിട്ടല്ല, ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. നല്ല ഹോൾസായിട്ട് തന്നെയുള്ള ദോശ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബാറ്റർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ വീഡിയോയിൽ ആ പതഞ്ഞ് വന്നത് കാണാൻ പറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബാറ്റർ ആയിരുന്നു. ഒട്ടും തന്നെ പാനിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നതും ചെയ്യുന്നുണ്ട്. അതുപോലെ പാനിൽ നിന്ന് വിട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യമൊന്നും ഞാനിങ്ങനെ റാഗീനെ കൊണ്ട് ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. റാഗീൻ്റെ നമ്മുടെ വീട്ടിൽ നിന്നെല്ലാം ഇങ്ങനെ റാഗി വറ്റിച്ചതൊക്കെ ഉണ്ടാക്കിയാലും അതൊന്നും കഴിക്കാറില്ല. പക്ഷേങ്കിൽ ഇപ്പം കൂടുതലായിട്ട് റാഗീൻ്റെ ഗുണങ്ങൾ അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത്രയും നല്ല ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ളത്. ഇപ്പോൾ അധിക ദിവസങ്ങളിലും റാഗി ദോശയും അതുപോലെ തന്നെ റാഗി പുട്ടൊക്കെയാണ് ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റ് തന്നെയാണ്. ആദ്യം വിചാരിച്ചത് ഒട്ടും തന്നെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ നല്ല ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു രീതിയിലാകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം ഗീയോ ഓയിലോ തടവി കൊടുക്കാം. പിന്നെ ഞാനിത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരിമാവിനേക്കാളും എനിക്ക് തോന്നുന്ന കുറച്ച് ടൈം കൂടുതലാണ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ദോശ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ ഗീ റോസ്റ്റൊക്കെ പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടോ നിങ്ങളെ സൗണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു സൗണ്ട് തന്നെയല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. രണ്ടും സെയിം മാവ് തന്നെയാണ്. നമ്മളതിൽ ചോറോ അവിലും തന്നെ ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ കുറച്ച് മാവ് ബാക്കിയുണ്ടേനെ കേട്ടോ. അപ്പോൾ അത് ഈവനിങ്ങിൽ കുറച്ച് സ്നാക്സ് ആയിട്ട് പനിയാരം ഉണ്ടാക്കിയിട്ടുണ്ട്. പനിയാരം ഉണ്ടാക്കാനായിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ അരീനെ കൊണ്ടൊക്കെ പനിയാരം ഉണ്ടാക്കുമ്പം സെയിം സവാളയൊക്കെ ഇടാറില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ മൂന്നിലും ഒട്ടും തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. എക്സ്ട്രാ നമ്മൾ ആദ്യം ഒഴിച്ച് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ വെള്ളം ഇല്ലേ, ആ ഒരു വെള്ളം മാത്രം തന്നെയാണ് മാവ് റെഡിയാക്കുമ്പോൾ ഒഴിച്ച വെള്ളം തന്നെ മാത്രമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എക്സ്ട്രാ വീണ്ടും ഒന്നും ഒഴിച്ചിട്ടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. പനിയാരം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കുഴിയപ്പ ചട്ടിയില്ലേ അത് വെച്ചിട്ടുണ്ട്. ചൂടായ കുഴിയപ്പ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ മാവ് കുറച്ചായിട്ട് ഈ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ കുഴിയിലും ഞാൻ ഇതേപോലെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പപ്പടം കുത്തിയില്ലേ, അതുകൊണ്ട് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കത്തി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. റെഡിയായി ആയത് നോക്കിയിട്ട് വേണം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അത് നല്ല ഒരു ഡ്രൈ ആയിട്ട് വരുന്നൊരു ടൈമില്ലേ, ഇതേപോലെ ആ ഒരു ടൈമിൽ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കണം.
ഇതാ ലാസ്റ്റോട്ടുള്ള ഭാഗം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ലാസ്റ്റ് ഇതിങ്ങനെ മറിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ഇപ്പം മറിച്ചിട്ടത് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കത് ചട്ടിയിൽ നിന്ന് മാറ്റാം. എല്ലാം ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ മാവ് കുറച്ചേ ഉള്ളൂ, കുറച്ച് മാത്രം കേട്ടോ. നമ്മുടെ ബാക്കിയുള്ള മാവ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും. പലർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും, പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് നാളെ എന്താക്കും എന്നുള്ള ആലോചനയിലാണെങ്കിൽ നാളെ ഇത് തന്നെ ഉണ്ടാക്കിക്കോളൂ. പനിയാരത്ത് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നല്ലത് ചട്നിയാട്ടോ. ചട്നിയും സാമ്പാർ തന്നെയാണ് എനിക്ക് ഇഷ്ടം. പനിയാരത്തിൻ്റെ കൂടെ നല്ല തേങ്ങാ ചട്നിയും അതുപോലെ ദോശൻ്റെ കൂടെ നല്ല തക്കാളി ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.